കൊല്ലം അമ്മനട സ്വദേശിയായ ജീന മൈക്കിളിന് 2020 വൃക്ക സംബന്ധമായ രോഗം പിടികൂടുന്നത്. രോഗം മൂർച്ഛിച്ചതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൃക്കകൾ മാറ്റിവെക്കണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. സാമ്പത്തികം വെല്ലുവിളിയായതോടെ 5 വർഷം മരുന്നുകൾക്ക് പുറമെ ഡയാലിസിസുമായി ജീവിതം ജീന മൈക്കിൾ തള്ളി നീക്കി. 2 കിഡ്നിയും കംപ്ലൈന്റ് ആയിപ്പോയി. ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ഉപാധിയായിട്ടുള്ളൂ എന്നാ ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനുള്ള നിവൃത്തിയില്ല. ഞാൻ ഇന്ന് റെന്റ് ഹൗസാണ്, സ്വന്തമായിട്ടൊന്നുമില്ല. ഇന്ന് തീരെ അവശയാണ്. കടുത്ത ശ്വാസതടസ്സത്തിനൊപ്പം ശരീരത്തിൽ ജലം കെട്ടിക്കിടക്കുവാനും തുടങ്ങി. ആഴ്ചയിൽ 4 തവണയായി ഇപ്പോൾ ഡയാലിസിസിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാനൊക്കത്തില്ല, ഉറക്കമില്ല. ആഴ്ചയിൽ 3-4 ഡയാലിസിസ് ചെയ്യണം, അതിന്റെ മെഡിസിൻ കഴിക്കണം. അതായത് പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ ഒരു കിഡ്നിയെങ്കിലും മാറ്റി വെച്ചാൽ എനിക്ക് ഈ ഒരവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടും. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. ഒരു കണ്ണിന് കാഴ്ച നഷ്ടമായി. ഡയാലിസിസ് ചെയ്യാൻ പോലും നാട്ടുകാരുടെ സഹായം വേണ്ട അവസ്ഥയിലാണ് ഇന്ന് ജീന. ജീനയുടെ ദുരിത ജീവിതം കണ്ട ആശാപ്രവർത്തക ഉമ ചെയ്യുന്ന സഹായം മാത്രമാണ് ഇന്ന് ആകെയുള്ള ആശ്വാസം. ഡയാലിസിസ് ചെയ്യാൻ കാശില്ല. ബെൻസീറി പോണെങ്കിൽ 1400 രൂപ വേണം ഒരു ദിവസം. വിഷമിക്കാതിരിക്കുമ്പോൾ ഞാൻ ഏരിയയിൽ ഇറങ്ങി പൈസ തരുമെന്നുള്ളവരെ വീടുകളിൽ പോയി ഞാൻ 3600 രൂപ കൊണ്ടുവന്ന് അന്നത്തെ ദിവസം 5 മണിക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു 3 ദിവസം ഡയാലിസിസ് ചെയ്യാനുള്ള പൈസ ഉണ്ട്, ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആഹാരമൊന്നും കഴിക്കാനുള്ള നിവൃത്തി ഇല്ല. ചിലപ്പോഴൊക്കെ ഭയങ്കര വിഷമങ്ങളാണ്. വാടക വീട്ടിൽ നിന്ന് ഏത് നിമിഷവും ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് ജീന. എങ്ങോട്ട് പോകണമെന്ന് പോലും ജീനയ്ക്കറിയില്ല. മകന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ചികിത്സയും ജീവിതവും ഇപ്പോൾ നടക്കുന്നത്. പലപ്പോഴും പട്ടിണിയിലാണ്. ജീവിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ജീന മൈക്കിൾ.